ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടേക്കുന്ന ഗ്രീൻ ചിക്കനും പിന്നെ കോക്കനട്ട് മിൽക്ക് റൈസും അതേപോലെ അഫ്ഗാനി എഗ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, പക്ഷെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ കളർ കുറച്ചൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാവേ. ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കനം കുറഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 kg ചിക്കനാണ് എടുക്കുന്നത്, അപ്പോൾ അതിനുള്ള അളവാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഉള്ളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഭയങ്കര ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1/2 kg ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വിത്ത് ബോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൺലെസ്സും എടുക്കാം. ഞാനിവിടെ വിത്ത് ബോൺ ആണ് ചേർക്കുന്നത്. പിന്നെ ചിക്കൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, അതായത് 1 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണിന് മേലെയായിട്ട് ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റിൽ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാം ചേർക്കേണ്ട ആവശ്യമില്ല, അതായത് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 3/4 ടീസ്പൂൺ മതിയാവും. ഇനി ചിക്കൻ്റെ എല്ലായിടത്തും മസാല എത്തുന്നത് വരെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഈ ചിക്കനിൽ നിന്നൊന്ന് വെള്ളമൊക്കെ ഇറങ്ങട്ടെ, അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ആ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതായത് ഗ്രീൻ കളർ വരുന്നുണ്ടല്ലോ, അത് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില, അതേപോലെ അതേ അളവിൽ പുതിനയില, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ് ആയിട്ട് ഏലക്ക 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പു 3, പിന്നെ ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം, കുറച്ച് തൈര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ടെൻഡർ ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിനധികം വേവില്ല. നിങ്ങളുടെ ചിക്കൻ എത്രത്തോളം വേവുണ്ടെന്ന് നോക്കിയിട്ട് ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം പകുതി ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം, ചാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് വേണ്ടി വരില്ല. എന്നാലും ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ അധികം സമയം എടുക്കില്ല. ടെൻഡർ ചിക്കൻ ആയതുകൊണ്ട് അധികം സമയം എടുക്കില്ല. പക്ഷെ നമ്മൾ നോർമൽ ചിക്കൻ ആണെങ്കിൽ കുറച്ചധികം വേവ് ഉണ്ട് കേട്ടോ. കുക്കറിലിട്ട് വിസിലടുപ്പിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ സ്ലോ കുക്കിങ്ങേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. സിമ്പിളാണ്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ല കോംബോ ആണ്. നമ്മുടെ സാധാരണ പുഴുങ്ങലരിക്ക് ഇത് ചേരില്ല, എന്നാൽ ബസ്മതി റൈസിന് ചേരും കേട്ടോ. ബസ്മതി റൈസിനാവട്ടെ അല്ലെങ്കിൽ സോന മസൂരി റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ കിഡിലൻ കോംബോ ആണ്. അല്ലാതെ ഫ്ലേവർഡ് റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി അടുത്തത് കോക്കനട്ട് മിൽക്ക് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ റൈസ് ഐറ്റം നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ എഗ് കറിയുടെ കൂടെ ഒക്കെ നല്ല കോംബോ ആണ്. എന്നാൽ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാഷ്യൂനട്ട് കൂടി ചേർത്തിട്ട് കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കുക. പിന്നീട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ചേർത്തേക്കുന്നത്. നമ്മൾ വേറെ എരിവിന് വേണ്ടിയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയം ഒന്നിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നീട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നാൽ മറ്റേ കട്ടിയുള്ള ഗ്രീൻ പീസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചേർത്തോളൂ, നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിനയില ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും റൈസിന്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേണ്ട, ഒരു 7-8 ഇലയും കാണാൻ മതിയാവും, ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ പുതിനയിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്നും
കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. അതായത് ഇലയൊന്ന് വാടി വരുന്നവരെ ചൂടാക്കുക. അത് കഴിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ തേങ്ങാപ്പാലും വെള്ളവും മിക്സ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങാപ്പാലും 1 ഗ്ലാസ് വെള്ളവുമാണ് ചേർക്കുന്നത്. പക്ഷെ തേങ്ങാപ്പാലിൽ മാത്രമായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറിയൊരു മധുരവും കുറച്ച് എരിവും, അതായത് വളരെ കുറച്ച് എരിവും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ റൈസിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാലും 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബസ്മതി റൈസ് ആണ് ചേർത്തേക്കുന്നത്. പുലാവോ അല്ലെങ്കിൽ നമ്മൾ ചോറിന് വെക്കുന്ന റൈസ് ഇല്ല, അത് മതിയാവും. ബിരിയാണിയുടെ ആവശ്യമില്ല, അതായത് ബിരിയാണി റൈസിൻ്റെ ആവശ്യമില്ല. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ജീര റൈസ്, കോലം റൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ടേസ്റ്റ് കൂട്ടുന്നത് ബസ്മതി വെച്ചുണ്ടാക്കുമ്പോഴാണ്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതി. ചോറ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചൂടായിരിക്കുന്ന സമയത്ത് ബസ്മതി റൈസ് ഒരിക്കലും ഒരുപാടിട്ട് ഇളക്കരുത്, കുഴഞ്ഞു പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ചോറ് ഒട്ടി പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളുവേ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് റൈസ് റെഡി ആയി കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് റെസിപ്പി അഫ്ഗാനി എഗ് കറിയുടെ റെസിപ്പിയാണ്. എനിക്കൊന്ന് ഈ റെസിപ്പി ഞാൻ ചിലപ്പോൾ മുമ്പ് കാണിച്ചിട്ടുണ്ടാവും. കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം, മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 8-10 കാഷ്യൂനട്ടും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ മുളകിന് അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാനൊരു 10 തൊട്ട് 12 മുളക് ചേർത്തിട്ടുണ്ട്. പക്ഷെ നല്ല എരിവുള്ള മുളകാണെങ്കിൽ 5 തൊട്ട് 6 മുളക് മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ ജിഞ്ചറും ഗാർലിക്കും ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം അരയ്ക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിയില ചേർക്കുന്നുണ്ട്, എന്നാലേ ആ ഒരു ഗ്രീൻ കളർ കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഉള്ളി കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളി അധികം ചേർക്കണ്ട. ഇനി മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഞാൻ മുട്ട വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തുകൊണ്ടാണ് ഇവിടെ ഉപ്പ് ചേർക്കാത്തത്. നിങ്ങൾ ഉപ്പ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത്യാവശ്യം ഫ്രൈ ആക്കി മാറ്റി വെക്കുക. ഇനി സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തതിന് ശേഷം ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഈ സമയത്ത് ചേർക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരുന്നവരെ ചൂടാക്കിയെടുക്കുക. നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വരണം കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് അധികം വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഇപ്പം കുറച്ചൊന്ന് കട്ടിയായി വരുന്നുണ്ട്, പിന്നെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി തൈര് ചേർത്ത് കൊടുക്കണം. പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. പുളി ഉണ്ടെങ്കിൽ ചേർക്കണ്ട, പുളി ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പിന് താഴെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം 1/4 ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, കുറച്ച് മാത്രം കുരുമുളക് പൊടി. വളരെ കുറച്ച് മതി കേട്ടോ. നമ്മൾ ഓൾറെഡി എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിക്ക് എത്ര ആവശ്യമുണ്ടോ ഗ്രേവി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഗ്രേവി ഒരുപാട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ സെമി തിക്കായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റിലായിട്ട്, അതായത് നമ്മൾ മുട്ട ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചും കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കസൂരി മേത്തി ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്രഷ് ക്രീം ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഫ്രഷ് ക്രീമൊക്കെ ചേർക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ചേർത്തതിന് ശേഷം എല്ലാം മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഇതും കൂടി ചേർത്ത് ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഫ്ഗാനി എഗ് കറി റെഡിയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയും നല്ല കോംബോ ആണ് കേട്ടോ. നമുക്ക് വേറെ ഒന്നിൻ്റെ കൂടി ഇത് കഴിക്കാൻ പറ്റില്ല, ജസ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ ബൈ.